ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് ആക്സിഡന്റിൽ മനുഷ്യർ എപ്പോ മരിക്കുമെന്ന് അറിയാനുള്ള ഒരു കഴിവ് കിട്ടി. ആ പവർ വെച്ച് കുറഞ്ഞ ടൈമുള്ളവരെ രക്ഷിക്കാൻ നോക്കി. എന്നാൽ ഇവൻ എത്രയൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും ആ കറക്റ്റ് ടൈമിൽ തന്നെ അവർ മരിച്ചു പോകും. ഈ പവർ വെച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാതെ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന ഒരുത്തൻ ജീപ്പിൽ കയറി വരുന്നുണ്ട്. അവന്റെ തലയുടെ മുകളിൽ നോക്കിയാൽ ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് ടൈം കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോയാൽ ഇവന്റെ ഭാര്യയുടെ ചേട്ടൻ ഇലക്ഷൻ നിൽക്കുന്നവന്റെ അടുത്ത് നിന്ന് പലിശക്ക് പണം വാങ്ങിയിരുന്നു. പലിശ കൂട്ടി ചോദിച്ച് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരി പുറത്തിട്ട്. ഇതറിഞ്ഞത് എങ്ങനെങ്കിലും ക്യാഷ് അടക്കണമെന്ന് തീരുമാനിച്ച് പലിശക്ക് കൊടുത്തവന്റെ അടുത്ത് പോയി വീട് പണയം വെച്ച് 20 ലക്ഷം കടം വാങ്ങി. ആ 20 ലക്ഷം 40 ലക്ഷമാക്കി നിങ്ങളുടെ കയ്യിൽ തിരിച്ചു തരാം, എന്നാൽ ക്യാഷ് നിങ്ങൾ തന്നെ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞ് അത് തന്നെ ഒരു അഗ്രിമെന്റ് ആയി എഴുതി രണ്ടുപേരും സൈൻ ചെയ്തു. ആ ക്യാഷ് കൊണ്ടുപോയി വൈഫിന് കുറച്ചു കൊടുത്ത് പലിശക്ക് വാങ്ങിയ പണം ഫുള്ള് തിരിച്ചടച്ചു. ബാക്കി അമ്മയെ ഏൽപ്പിച്ചു. അത് പോരാഞ്ഞിട്ട് ആ ഇലക്ഷന് നിൽക്കുന്ന രാഷ്ട്രീയക്കാരന് അതേ സീറ്റിന് വേണ്ടി ഒരുത്തൻ മത്സരിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് പോയി മറ്റവൻ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കൊന്നു തരാം, അവൻ മരിച്ചതിന് ശേഷം ഇലക്ഷന് നിനക്ക് തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഹീറോ പറഞ്ഞ പോലെ തന്നെ അവൻ പറഞ്ഞ ഡേറ്റിൽ കറക്റ്റ് ടൈമിലും അയാൾ മരിച്ചു പോയത് കൊണ്ട് തന്നെ ഡീല് പറഞ്ഞ പോലെ തന്നെ അവൻക്ക് കുറെ ക്യാഷ് കിട്ടി. ഹീറോയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പുതിയതായി കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾസ് ഹാപ്പിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും അവനെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്. അവനും ബിസിനസ് മീറ്റിംഗിനായി പുറത്തേക്ക് പോവാണ്. അവന്റെ തലയുടെ മുകളിൽ നോക്കിയാൽ വെറും 5 ദിവസം മാത്രമേ ജീവനോടെ ഉണ്ടാകൂ. നമ്മുടെ ഹീറോ അവനോട് മീറ്റിംഗിന് ഒരിക്കലും പോകരുതെന്ന് കുറെ പറഞ്ഞു നോക്കി. എന്നാൽ എന്റെ പ്രൊമോഷൻ തന്നെ ഇതിലൂടെ കിട്ടൂ എന്ന് പറഞ്ഞ് അവനും പോയി. ഇപ്പൊ 5 ദിവസം കഴിഞ്ഞു നോക്കിയാൽ മീറ്റിംഗിന് പോയവനും ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇത് കണ്ട വൈഫും ഹസ്ബൻഡ് മരിച്ച വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു.